കാലിക്കറ്റ് സർവകലാശാല ഡീസൺ കലോത്സവത്തിൽ SFI കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഡീസൺ കലോത്സവത്തിലെ അപാകത ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് KSU നേതാക്കൾ അക്രമം നടത്തിയാൻ കാരണമായതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഒന്നാം പ്രതി ഗോകുൽ ഗുരുവായൂരിനെയും ആറാം പ്രതി അക്ഷയെയും കേരളവർമ്മ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനിടെ പ്രതികളെ രമേശ് ചെന്നിത്തല ജയിലിലെത്തി സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരത് തോങ്ങല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, മാള പോലീസ് ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാമർശമുള്ളത്. അതായത് SFIയുടെ കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതികൾ ആക്രമിച്ചത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് അതിലെ ഒന്നാം പ്രതി, അതായത് മാള പോലീസ് രജിസ്റ്റർ ചെയ്ത FIRലെ ഒന്നാം പ്രതി KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂരാണ്. ഈ ഗോകുൽ ഗുരുവായൂർ ആശിഷ് കൃഷ്ണനെ കൃത്യമായിട്ട് നിലത്ത് വീണ് കിടക്കുന്ന ആശിഷ് കൃഷ്ണന്റെ തലയ്ക്ക് മുളവടി കൊണ്ടടിച്ചെന്നും തലയ്ക്കും ചെവിയിലും മുളവടി കൊണ്ടടിച്ചു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ FIRലെ രണ്ടാം പ്രതിയാണ് അശ്വിൻ എന്ന് പറയുന്നത്. അശ്വിൻ ഈ ആശിഷ് കൃഷ്ണയുടെ കൈയിൻ്റെ ഷോൾഡറിൽ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മൂന്നാം പ്രതിയായിട്ടുള്ള ആദിത്യനെ കുറിച്ച് കൃത്യമായി പറയുന്നത് ആദിത്യനാണ് ഇത്തരത്തിൽ ഈ നടത്തിപ്പിലെ അപാകത ചോദ്യം ചെയ്ത ആശിഷ് കൃഷ്ണനെ തടഞ്ഞു നിർത്തിയതും മുഖത്തടിച്ചതും. ഈ മുഖത്തടി കൊണ്ടാണ് നിലത്ത് വീഴുന്നത്. അതിനെ തുടർന്നാണ് തുടർന്നാണ് ഈ KSU ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അക്രമം നടന്നതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാള ഹോളി ക്രോസ് കോളേജിൽ നടക്കുന്ന ഡീസോൺ കലോത്സവത്തിൻ്റെ മത്സര ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മത്സര നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യം ചെയ്യലുകളിലാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അതായത് വളരെ കൃത്യമായിട്ട് തങ്ങൾ നടത്തുന്ന കലോത്സവത്തിനകത്ത് നടക്കുന്ന പോരായ്മകൾ പുറത്തെത്താതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നവരെ കായികമായി ആക്രമിക്കണം എന്ന നിലപാടിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈ അക്രമം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഈ മൂന്ന് പേരെയും, അതായത് ഗോകുലിനെയും അതുപോലെ KSUവിൻ്റെ ജില്ലാ ട്രഷററായിട്ടുള്ള സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സുദേവ്, ഈ മൂന്ന് പേരെയും കാണാൻ വേണ്ടിയിട്ട് വിയ്യൂരിലെ ജില്ലാ ജയിലിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം എത്തിയിട്ട് പോലീസിനോട് ഉൾപ്പെടെ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചത്. തങ്ങളെ റോട്ടിലിറക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നേതൃത്വത്തിൻ്റെ വ്യക്തമായ അറിവോട് കൂടിയിട്ടാണ് KSU നേതൃത്വം ഇത്തരത്തിൽ സോൺ കലോത്സവങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.